നമസ്കാരം. റോസാ പുഷ്പവുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ 2 റോസാ പുഷ്പങ്ങളിൽ ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ്. ഏവരും 2 പൂക്കളിൽ ഒരു പൂക്കൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു പുഷ്പം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ റോസാ പുഷ്പമായ വെള്ള റോസാ പുഷ്പമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. കഴിവുള്ളവരാണ് ഇവർ. പല കാര്യങ്ങളിലും അത് പ്രകടമാവുക തന്നെ ചെയ്യുന്നതുമാകുന്നു. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നു എന്നതും ഇവരുടെ പ്രത്യേകതയാണ്. എന്നാൽ പലപ്പോഴും സ്വാതന്ത്ര്യത്തോടെ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങളുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരുമാണ് ഇവർ. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. മറ്റുള്ളവരുടെ നിയന്ത്രണം അല്പം കുറയുവാനോ അല്പം സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മറ്റുള്ളവരെക്കാൾ കഴിവുണ്ട് എന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്. എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളിലും തിരിച്ചടികൾ തന്നെയാണ് ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബിസിനസ്സായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും തിരിച്ചടികൾ പലപ്പോഴും ലഭിക്കുന്നതിനാൽ മനസ്സ് അസ്വസ്ഥമാണ് എന്നതാണ് വാസ്തവം. എന്നാൽ എപ്രകാരം കരകയറാം എന്ന ചിന്ത പലപ്പോഴും മനസ്സിലില്ല എന്നതും നിങ്ങളെ അലട്ടുന്ന പ്രധാനപ്പെട്ടതായ പ്രശ്നങ്ങൾ തന്നെയാകുന്നു. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. പ്രധാനമായും കർമ്മരംഗം അല്പം കൂടി അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ആത്മവിശ്വാസം, ആത്മബലം വർദ്ധിക്കുകയും മുന്നോട്ട് പോകുവാനുള്ള ധൈര്യം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. വ്യക്തി ജീവിതത്തിൽ കുടുംബത്തിന് വലിയ വില നൽകുന്നവർ തന്നെയാണ് നിങ്ങൾ. കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരും കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. നീതിയിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. നീതിക്കായി എപ്പോഴും അതിനുവേണ്ടി മുൻപിൽ നിൽക്കുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. ജീവിതത്തിലെ മൂല്യങ്ങൾ തിരിച്ചറിയുന്നവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയെ തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നന്മയുള്ളവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത് മറ്റുള്ളവർ തിരിച്ചറിയണം എന്നില്ല. അതിൽ വിഷമങ്ങളുണ്ട് എങ്കിൽ പോലും അത് മനസ്സിൽ ഒതുക്കി മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നതും പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും വന്നു ചേരുന്നതായ പലവിധ തടസ്സങ്ങൾ കാര്യവിജയങ്ങളെയും ധനപരമായ നേട്ടങ്ങളെയും ബാധിക്കുന്നു എന്നത് നിങ്ങൾ നേരിടുന്നതായ പ്രശ്നമാകുന്നു. എന്നാൽ അത് തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നന്മയുള്ള മനസ്സിന്റെ ഉടമകളാണ് നിങ്ങൾ. നന്മയുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ പോലും അത് മറ്റുള്ളവർ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തതിൽ വിഷമങ്ങളുണ്ട് എന്നതും വാസ്തവമാണ്. അതിനാൽ പലപ്പോഴും നിങ്ങളിലെ നന്മ മറ്റുള്ളവർ തിരിച്ചറിയുവാൻ അല്പം വൈകും എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുകയും അതിൽ തിരിച്ചടികൾ അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കാവുന്നതുമാണ്. എന്നാൽ എപ്രകാരം തെറ്റ് സംഭവിക്കുന്നു എന്ന് പലർക്കും മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. എന്നാൽ അതേക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ് നിങ്ങൾ. എവിടെയെല്ലാം പിശക് സംഭവിച്ചു ഇതേക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. ശക്തി, ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സമയം. ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ അത്തരത്തിലുള്ള അവസരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുവാൻ സാധിക്കുന്നവരും മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. അത് നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതായ കാര്യമാകുന്നു. കാരണം ഏത് കാര്യത്തെയും കൃത്യമായി ഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങൾ മാത്രമേ ജീവിതത്തിലേക്ക് കടന്നു വരൂ. ധനപരമായ ഉയർച്ച, വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും.
നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. പ്രതിസന്ധികളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ, മറികടക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ബന്ധുക്കളിൽ നിന്നോ വേണ്ടപ്പെട്ടവരിൽ നിന്നോ പല രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടതായി വരും. എങ്കിൽ പോലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രമേണ അനുകൂലമായി തീരും. രണ്ടാമത്തെ റോസാപുഷ്പമായ ചുവന്ന റോസാപുഷ്പമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ശുഭകരമായ ചില പ്രതീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. പലപ്പോഴും പല കാര്യങ്ങളുടെയും മൂല്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് കഠിനാധ്വാനത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സൗഭാഗ്യമായി തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്ന സമയം കൂടിയാകുന്നു. വിദേശ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമാകാം. വിദേശവുമായി ബന്ധപ്പെട്ട ജോലികൾ അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. സാമ്പത്തികപരമായ ചില കാര്യങ്ങളിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. കാരണം സാമ്പത്തികപരമായ പരാധീനതകൾ നിങ്ങൾക്കുണ്ട്. അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും ആവശ്യത്തിനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരുന്നില്ല. കൈകളിലേക്ക് വന്നു ചേർന്നതായ ധനം കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥ, അല്ലെങ്കിൽ പലവിധ ചിലവുകൾ വർദ്ധിക്കുക. ആ സമയം പ്രത്യേകമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും തന്മൂലം ധനം നഷ്ടമാകുന്നതായ സാഹചര്യമോ ഉണ്ട്. അത്തരം ചില വിഷമതകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അതിന് സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പരാമർശിക്കാം. ഉടനെ തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല. അല്പം കാലതാമസം നേരിട്ടാലും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. പ്രതിസന്ധികൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്ന സമയം കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. ജീവിതത്തിൽ സഹായിക്കാൻ ഒരു വ്യക്തി കടന്നു വരികയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരിൽ നിന്നോ നിങ്ങൾക്ക് സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പോസിറ്റീവായി ചിന്തിക്കാനും പെരുമാറുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. എന്നാൽ ഒരിക്കലും നിങ്ങൾ അതിൽ മതിമറക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ തിരിച്ചടിയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ ജീവിതത്തിൽ കൂടുതൽ തന്നെയാകുന്നു. സൗഭാഗ്യങ്ങളാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചില വസ്തുക്കൾ സ്വന്തമാക്കുക, വാഹനങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ചില ചിന്താഗതികൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചിന്താഗതി മാറേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. അത് ഏതെല്ലാം കാര്യങ്ങളിലാണ് എന്ന് വ്യക്തമായ ബോധ്യം നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. വിശ്വസിക്കാൻ കഴിയുന്ന വ്യക്തികളാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പലരും പറയുന്നതാകുന്നു. എന്നാൽ ചില വ്യക്തികൾ നിങ്ങളെ തിരിച്ചറിയുവാൻ അല്പം വൈകുന്നതാണ്. നിങ്ങളിലെ കഴിവുകൾ, നിങ്ങളിലെ ആത്മാർത്ഥതയുള്ള വ്യക്തിയെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അത് ചില വ്യക്തികൾക്ക് അല്പം വൈകാം. പ്രതിസന്ധികൾ പെട്ടെന്ന് മാറുവാൻ സഹായകരമായ ചില കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. അത്തരം അവസരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സന്തോഷകരമായ ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. സൗഹൃദങ്ങൾ വളരെയധികം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ കൂടുതൽ ദൃഢമാവുകയോ ചെയ്യാവുന്നതുമാണ്. ഏത് കാര്യങ്ങളിലും മറ്റുള്ളവരുടെ സഹായം
അല്ലെങ്കിൽ പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കാവുന്നതാണ്. ദീർഘനാളത്തേതായ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പലവിധ കഷ്ടതകളും ദുരിതങ്ങളും ജീവിതത്തിൽ നിന്നും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്.